ഹലോ ഗായ്സ്, ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോഗ്സ്. അപ്പോൾ ഡോഗ്സ് കോയിൻ, അപ്പോൾ അത് വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ചെല്ലും. അവിടെ കുറേ ടാസ്ക്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെ ഇത് വാലറ്റും എക്സ്ചേഞ്ചും ഉണ്ട്. വാലറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും എളുപ്പം. കാരണം വാലറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ചേഞ്ചസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്ചേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മോർ അസറ്റ്സ് എന്ന ഓപ്ഷനിൽ ഡോഗ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എത്ര ഡോഗ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡോഗ്സ് ടു നിങ്ങളവിടെ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $10 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടാവും. അത് നിങ്ങൾ ഡോഗ്സ് ആദ്യം കൊടുത്തിട്ട് രണ്ടാമത്തത് USDT കൊടുത്തിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് USDT ആയി കിട്ടുന്നതായിരിക്കും ഡോഗ്സ് ടോക്കൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്യൂട്ടോറിയൽ. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ചസ് കൊടുത്തത്, എങ്ങനെയാണ് നമുക്ക് എക്സ്ചേഞ്ചസിൽ നിന്ന് നമുക്ക് അത് USDT ആക്കിയിട്ട് നമ്മുടെ വാലറ്റിൽ തന്നെ തിരിച്ചിടാം എന്നുള്ളതാണ്. അബദ്ധവശാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ബിനാൻസ് കൊടുത്തിട്ടുണ്ട്, ബിനാൻസോ ബൈബിറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വീണ്ടും നമ്മുടെ വാലറ്റിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഞാൻ വിഡ്രോ ചെയ്തതാണ് എൻ്റെ വാലറ്റിലേക്ക്. അതാണ് നിങ്ങൾ നേരത്തെ $21 കണ്ടത്. ഇതിനകത്ത് നിങ്ങൾ വാലറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബിനാൻസ് ബിനാൻസോ അങ്ങനെ ഇതിപ്പോൾ ഞാൻ ബിനാൻസാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ USDT എനിക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡ്സിൽ സ്പോട്ട് എടുക്കുക. അവിടെ നിങ്ങൾ ഡോഗ്സ് USDT എന്നുണ്ട് ബൈയും സെല്ലും, നിങ്ങളതിനകത്ത് സെല്ല് കൊടുക്കുക. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതുണ്ട്, അതായത് എത്രത്തോളം ഡോഗ്സ് ഉണ്ടെന്ന്, അവൈലബിൾ ഡോഗ്സ് എന്നും പറഞ്ഞ് കാണിക്കും. എനിക്ക് ഡോഗ്സ് കുറവാണുള്ളത്, കുറവല്ല, എനിക്ക് തീരെ ഇല്ല ഡോഗ്സ്, കാരണം ഞാൻ എല്ലാം കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞാൽ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സ് എന്നും പറഞ്ഞിട്ട് അവിടെ താഴെ ഒരു പേപ്പറിനകത്ത് മറ്റേ കണ്ണാടിയൊക്കെ വെച്ചിട്ടൊരു ഇതില്ലേ, അതവിടെ ഒരു ഇത് തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്കത് സെല്ല് കൊടുക്കാം. അപ്പോൾ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അവർ വേറൊന്നും ചോദിക്കുന്നതല്ല. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ USDT കാണിക്കും. നിങ്ങൾക്ക് USDT ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആദ്യം നിങ്ങൾ USDT, ഇപ്പോൾ ഇവിടെ USDT എന്നാണ്, ഇപ്പോൾ എനിക്ക് USDT 0.00 സംതിങ് ഉണ്ട്. അത് എനിക്കറിയില്ല അതെങ്ങനെ വന്നതെന്ന്. ഓക്കെ, അതിപ്പോൾ എന്തായാലും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എങ്ങനെയാണത് വാലറ്റിലേക്ക് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയിട്ട് വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് USDT വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ ടെലിഗ്രാം വാലറ്റിൽ നിങ്ങൾ എടുത്തിട്ട് അവിടെ ആഡ് ക്രിപ്റ്റോ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് എക്സ്റ്റേണൽ വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നതാണ്, നിങ്ങൾക്കൊരു QR കോഡ് കിട്ടും. അത് നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. ഇതിപ്പം കൺജസ്റ്റഡ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ അങ്ങനെയാണ് നേരത്തെയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണാം എങ്ങനെയാണത് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ ഒരു പ്രശ്നമില്ല. ഇത് സേഫാണ്, 100% സേഫ് ആൻഡ് സെക്യൂർ ആയ ഒരു പ്ലാറ്റ്ഫോമാണ്. എക്സ്ചേഞ്ച് ആയാലും വാലറ്റ്, എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം വാലറ്റാണ്. വാലറ്റ് എടുത്തവർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ അതിനകത്ത് അപ്പിയർ ആവും. അത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റി ഇപ്പം ഡോഗ്സ് എന്നുള്ളത് USDT ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ട്യൂട്ടോറിയൽ. അപ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡോഗ്സ് കിട്ടിയില്ല, കാരണം അവർ ഇത് ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്കത് മിസ്സായിപ്പോയി എന്ന് വിചാരിക്കും. അത് ഒരു കാരണവശാലും പേടിക്കേണ്ട, കാരണം ഇതേപോലെ തന്നെ വേറെയുണ്ട്. അപ്പോൾ അത് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോയ്ക്ക് അത് ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറുതായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത്. ഇതേപോലെ ഇനി പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ആവാൻ സാധ്യതയുള്ള 2-3 ഗെയിമിൻ്റെ അല്ലെങ്കിൽ ഈ ടെലിഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇത് സേഫാണ്, ഒരു ഡേറ്റ ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പൈസ കിട്ടും.
ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് അത് പൈസ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾ വാലറ്റിൽ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്യൂട്ടോറിയൽ. അവിടെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായി, ഞാൻ ഈ വീഡിയോയിലും ഒന്നുകൂടെ തന്നെ അതിടാം, കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുടെ വരുന്നവരെ ബൈ ബൈ.